ചിലപ്പോ അലക്കും, അതുപോലെ പാത്രം കഴുകി തരും. ആരത് ചെയ്യുന്നത് നോക്കണേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പാത്രജ്ഞാനത്തിന്റെ ലക്ഷ്യം തന്നെ ലിതസ്കുനു ഇലൈഹ, അവര് സമാധാനത്തിൽ ജീവിക്കുക എന്നതാണ് കല്യാണത്തിന്റെ അടിസ്ഥാനം. സമാധാനം കിട്ടണം എന്നതാണ് കല്യാണത്തിന്റെ അടിസ്ഥാനം തന്നെ. പരസ്പര ബഹുമാനം ഉണ്ടാവുക എന്നത് വളരെ അനിവാര്യമാണ്. ഹബീബായ തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, നബി വീട്ടിലാകുമ്പോ എങ്ങനെയാണുള്ളത്? ഇത് ആണുങ്ങൾ ശരിക്കും പഠിക്കേണ്ടതാണ്. മുത്തുനബി തങ്ങൾ വീട്ടിലാകുമ്പോ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ മഹദി പറയാണ്, വീട്ടുജോലികളിലൊക്കെ എന്നെ സഹായിക്കും, ചില സമയത്ത് വന്നിട്ട് വസ്ത്രമൊക്കെ ഇങ്ങനെ തുന്നും, ചിലപ്പോ അലക്കും, അതുപോലെ പാത്രം കഴുകി തരും. ആരത് ചെയ്യുന്നത് നോക്കണേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പാത്രം കഴുകി തരും, ആടുകളെ കറക്കും, ഇങ്ങനത്തെ എല്ലാ പണികളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുക്കും. നമ്മൾ പോയിട്ട് അടുപ്പത്ത് പോയിട്ട് എന്താ പറയാ, ഇത്ര നേരമായിട്ട് എന്തേലും എനിക്ക് പണി, ഇത്ര നേരമായിട്ടും ചോറൊന്നും ആയില്ലേ? എന്നാ ആയില്ലെങ്കിൽ പോയിട്ട് ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ നിൽക്കുവോ? അതുമില്ല. അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെ ആവാൻ പാടില്ല. മഹദിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹ ഒരു യാത്രക്കിടയിൽ ഒട്ടകത്തിന്റെ മേലെ കയറാൻ പ്രയാസപ്പെട്ടപ്പോ തങ്ങൾ ഇരുന്ന് കൊടുക്കാണ്, തോളുമ്മ ചവിട്ടിയിട്ട് കയറി. സഫിയ ബീവി റളിയല്ലാഹു അൻഹ നോക്കിയാ നിങ്ങള്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു യാത്രയിൽ എല്ലാവരും കൂടി പോകുമ്പോ എല്ലാ സഹാബികളോടും എല്ലാവരോടും മുന്നിക്ക് നടക്കാൻ പറഞ്ഞു. കുറെ മുന്നിക്ക് പോലും പോയതിനു ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാണ്, നമുക്കൊരു ഓട്ട മത്സരം നടത്തിയാലോ? ആര്? ഹബീബായ തങ്ങൾ. അങ്ങനെ ഓട്ട മത്സരം നടത്തി. ആയിഷ ബീവി ജയിച്ചു. ആയിഷ ബീവി അന്ന് കുറച്ച് സ്കെൽറ്റായിരുന്നു, അപ്പോ വേഗത്തിൽ ജയിച്ചു. രണ്ടാമത് ഇതേപോലെ അവസരം വന്നപ്പോ തങ്ങൾ പിന്നെയും ചോദിച്ച്, നമുക്ക് ഒന്നുകൂടി നടത്തിയാലോ? അതില് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിജയിച്ചു. അപ്പൊ തങ്ങൾ പറയാം, ഇതേ അന്നത്തിന് പകരം വിട്ടതാട്ടോ. എന്താണ് ആ ജീവിതം? ആ ജീവിതമാണ് ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്നത്. ഭാര്യയോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് ശരിക്കും പഠിപ്പിച്ചെന്നിട്ടുണ്ട് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശങ്ങള് നമ്മള് വകവെച്ചു കൊടുക്കലാണ് ഏറ്റവും പ്രധാനം. നമ്മളൊരു മെയിനായിട്ട് ഇങ്ങനെ ആണുങ്ങൾ മെയിന്, പെണ്ണുങ്ങൾ തായ, അങ്ങനെ ഒന്നും ഇസ്ലാമിലില്ല. എല്ലാത്തിലും മേലെ നിൽക്കുന്നത് പെണ്ണുങ്ങൾ തന്നെയാണ്. ഇസ്ലാം അങ്ങനെയാണ് സ്ഥാനം കൊടുക്കുന്നത്. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ ഈ പെണ്ണ് കാണൽ എന്നൊരു പരിപാടിയില്ലേ, ഇത് എങ്ങനെ ഇപ്പൊ നടക്കല്? ആണ് വീട്ടിലേക്ക് പോവാ ചെയ്യാം. ശരിക്കും ഒരു രാജാവ് എന്താ ചെയ്യല്? പ്രജകളെ ഇങ്ങോട്ട് വിളിച്ചെടുത്തല്ല ചെയ്യാ, കാണാൻ വേണ്ടി ഓനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടോന്നാ പറയാ. അങ്ങനെ ചെയ്യണ്ടേ? അപ്പൊ ശരിക്കും ഈ ചെക്കൻ പോയിട്ട് അങ്ങോട്ട് കാണാൻ ചെയ്യണം, നേരെ ഇങ്ങോട്ടല്ല വരുന്നേ. അത് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന ബഹുമാനാണ്. അങ്ങനെ മനസ്സിലാക്കേണ്ടത് അത് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന ബഹുമതിയാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ്ലാം ഏറ്റവും സ്ഥാനം കൊടുത്തിട്ടുള്ളതും സ്ത്രീകൾക്ക് തന്നെയാണ്. എല്ലാ നിലക്കും ഏറ്റവും കൂടുതൽ നീ ആരെ സ്നേഹിക്കണം എന്ന് വെച്ചപ്പോ ഉമ്മാനെ എന്ന് സഹാബിനോട് പറഞ്ഞില്ലേ? 3 വട്ടം പറഞ്ഞത് ഉമ്മാനെ കഴിഞ്ഞ് 3 വട്ടം ഉമ്മാനെ കഴിഞ്ഞിട്ട് പകുള്ളൂ. ആ സ്ഥാനം പരിശുദ്ധമായ ഇസ്ലാം സ്ത്രീകൾക്ക് വകവെച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മളും വകവെച്ചു കൊടുക്കണം.